സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന പ്രമുഖമായ കേസാണ് പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ്. ഒക്ടോബർ 30-നാണ് ജസ്റ്റിസ് സൂര്യകാന്തിനെ സുപ്രീം കോടതിയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് നിയമന ഉത്തരവ് പുറത്തിറക്കിയത്. 2027 ഫെബ്രുവരി 9 വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി. നിലവിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജസ്റ്റിസാണ് സൂര്യകാന്ത്. ഹരിയാനയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിക്കൊണ്ടാണ് സൂര്യകാന്തിന്റെ വരവ്. കേരളത്തിലെ SIR കേസ് അടക്കം പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചാണ്. ചുമതലയേറ്റ ആദ്യ ദിവസത്തെ കേസിൽ തന്നെ പിണറായി സർക്കാരിന് തട്ടുകിട്ടും. രാജ്യത്ത് 100% സാക്ഷരതയുള്ള സംസ്ഥാനമായ കേരളം സർക്കാർ സ്കൂൾ സ്ഥാപിക്കുന്നതിന് എതിർക്കണമെന്നാണ് സുപ്രീം കോടതി ഇന്നലെ ചോദിച്ചത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് സംസ്ഥാന സർക്കാരിനോട് ഈ ചോദ്യം ഉന്നയിച്ചത്. 100% സാക്ഷരത കരസ്ഥമാക്കിയത് വിദ്യാഭ്യാസത്തിൽ പണം ചെലവിട്ടതുകൊണ്ടാണ് എന്നും സംസ്ഥാന സർക്കാരിനെ കോടതി ഓർമ്മിപ്പിച്ചു. മഞ്ചേരിയിലെ എളാമ്പ്രയിൽ അടിയന്തരമായി LP സ്കൂള് സ്ഥാപിക്കാൻ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. എളാമ്പ്രയിൽ സർക്കാർ LP സ്കൂൾ ആരംഭിക്കാൻ മഞ്ചേരി മുനിസിപ്പാലിറ്റി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചിരുന്നു. എന്നാൽ മുനിസിപ്പാലിറ്റിയുടെ ആവശ്യം വിദ്യാഭ്യാസ വകുപ്പ് നിരാകരിച്ചു. ഇതിനെതിരെ പ്രദേശവാസികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി സ്കൂൾ സ്ഥാപിക്കാൻ ഉത്തരവിറക്കുകയും ചെയ്തു. ഇതിനെതിരെ സംസ്ഥാന സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. എളാമ്പ്ര മേഖലയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടെന്നും അതിനാൽ പുതിയ സ്കൂൾ ആവശ്യമില്ലെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ പോയി പഠിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കാമെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. എന്നാൽ സർക്കാരിന്റെ ഈ നിലപാടിനെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയിമാല ബാഗ്ചി എന്നിവർ അടങ്ങിയ ബെഞ്ച് വിമർശിച്ചു. പുലർച്ചെ 5 മണിക്ക് ബസ് കയറിപ്പോകുന്ന വിദ്യാർത്ഥികൾ മടങ്ങി വരികെ രാത്രി വൈകിയായിരിക്കുമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഇതിനിടയിൽ അവർക്ക് പഠിക്കാനോ വിശ്രമിക്കാനോ സമയം കിട്ടുമോ എന്നും കോടതി ചോദിച്ചു. മഞ്ചേരിയിലെ എളാമ്പ്രയിൽ 3 മാസത്തിനുള്ളിൽ LP സ്കൂൾ സ്ഥാപിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. സർക്കാരിന് സ്വന്തം കെട്ടിടം ഇല്ലെങ്കിൽ വാടകയ്ക്ക് കെട്ടിടമെടുത്ത് സ്കൂൾ പ്രവർത്തിപ്പിക്കണം. സ്ഥിരം അധ്യാപകർ ഇല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. എളാമ്പ്ര നിവാസികൾക്കു വേണ്ടി സീനിയർ അഭിഭാഷകൻ PV ദിനേശ്, അഭിഭാഷകൻ സുൽഫിക്കർ അലി എന്നിവരാണ് ഹാജരായത്. സംസ്ഥാന സർക്കാരിനു വേണ്ടി സ്റ്റാൻഡിംഗ് കൌൺസിൽ CK ശശി, അഭിഭാഷക മീന K പൗലോസ് എന്നിവരാണ് ഹാജരായത്. ഇതിൽ PV ദിനേശ് കേരള സർക്കാരിന് വേണ്ടി സ്ഥിരമായി സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന ഇടതു നിലപാടുള്ള അഭിഭാഷകൻ കൂടിയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സ്കൂളുകൾ ഇല്ലാത്തിടത്ത് സ്കൂളുകൾ സ്ഥാപിക്കാൻ സുപ്രീം കോടതി കേരളത്തിന് നിർദ്ദേശം നൽകി. 1 കിലോമീറ്റർ ചുറ്റളവിൽ LP സ്കൂളുകൾ ഇല്ലെങ്കിൽ അവിടെ LP സ്കൂളുകൾ സ്ഥാപിക്കണം. 3 കിലോമീറ്റർ ചുറ്റളവിൽ അപ്പർ പ്രൈമറി സ്കൂളുകൾ ഇല്ലെങ്കിൽ അവിടെ UP സ്കൂളുകൾ സ്ഥാപിക്കണമെന്നും സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി കർശന നിർദ്ദേശമാണ് നൽകിയത്. എയ്ഡഡ് മേഖലയ്ക്ക് ഈ ഉത്തരവ് ബാധകമാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. മനോഹരമായ പേരുകളുമായി വരുന്ന ട്രസ്റ്റുകളും ഉത്തരവ് ബാധകമല്ല എന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. പുതുതായി തുടങ്ങുന്ന സ്കൂളുകളിൽ വിദ്യാർത്ഥി പ്രവേശനം, അധ്യാപക നിയമനം സുതാര്യമായിരിക്കണമെന്ന് കോടതി ഓർമ്മപ്പെടുത്തി. അടുത്തതായി വരുന്നത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. കേരളത്തിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് സ്റ്റേ നൽകിയിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി വിശദീകരണം തേടി. ഇന്ന് ഹർജികൾ വീണ്ടും പരിഗണിക്കും. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ SIR-നെതിരെ കോടതിയെ സമീപിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ SIR നടപടികൾ മാറ്റിവെക്കണമെന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ നവംബർ 26-ന് ഹർജികൾ പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു. SIR തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കരുത് എന്ന് സർക്കാരിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ വിഷയം പ്രത്യേകമായി പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാകും കേസ് പരിഗണിക്കുക. SIR നടപടികൾ നിർത്തിവെക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോടതി അംഗീകരിച്ചിരുന്നില്ല. സമാന വിധിയായിരിക്കും കേരളത്തിനും കിട്ടാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ ഹാജരാക്കാത്തതിനാൽ അവരെ കേൾക്കാതെ തീരുമാനിക്കാനാകില്ലെന്ന് കോടതി പറഞ്ഞു. കേരളത്തിന്റെ കേസുകൾ 26-നും മറ്റ് ഹർജികൾ ഡിസംബർ ആദ്യവാരവും പരിഗണിക്കും. കേരളത്തിന്റെ കേസ് വ്യത്യസ്ത കേസാണ് എന്ന് കോടതിക്ക് ബോധ്യമായതായി മുസ്ലിം ലീഗ് അഭിഭാഷകൻ ഹാരിസ് ബീരാൻ MP പറയുന്നു. സ്റ്റേ ആവശ്യം ഉന്നയിക്കാത്തത് കമ്മീഷന്റെ അഭിഭാഷകൻ ഹാജരാകാതിരുന്നാലാണ്. ഇടക്കാല ഉത്തരവ് വന്നല്ലോ എന്ന തോന്നൽ കാരണമാകാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയത് എന്നും ഹാരിസ് ബീരാൻ പറയുന്നു. ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന് കഷ്ടകാലം തുടങ്ങിയോ എന്നാണ്. ലാവ്ലിൻ കേസാണ് കാരണം. ജഡ്ജിമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ചിൽ 110-ാം നമ്പർ കേസായിട്ടാണ്
ലാവ്ലിൻ ഒടുവിൽ വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയെങ്കിലും ചോദ്യം ചെയ്ത് CBI സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതിയിലുള്ളത്. അതായത് ചീഫ് ജസ്റ്റിസിന് ലാവ്ലിൻ കേസിനെ കുറിച്ച് എല്ലാം അറിയാം. അദ്ദേഹം പലവട്ടം ലാവ്ലിൻ കേസ് പരിഗണിച്ചിരുന്നു. പന്നിയാർ, ചെങ്കുളം, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ SNC ലാവ്ലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായി എന്നും ഇതുവഴി 86.25 കോടിയുടെ നഷ്ടം സംഭവിച്ചു എന്നുമാണ് കേസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഊർജ്ജ വകുപ്പ് സെക്രട്ടറി K മോഹനചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി A ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കി 2017 ഹൈക്കോടതി വിധിക്കെതിരായ CBIയുടെ ഹർജിയിലാണ് വാദം ആരംഭിക്കാതെ നീണ്ടുപോകുന്നത്. വിചാരണ നേരിടണമെന്ന് കോടതി വിധിച്ച വൈദ്യുത ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് KG രാജശേഖരൻ നായർ, ബോർഡ് മുൻ ചെയർമാൻ R ശിവദാസൻ, മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരിരംഗ അയ്യർ എന്നിവരുടെ ഇളവ് തേടിയുള്ള ഹർജിയും ഇതോടൊപ്പം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. ലാവ്ലിൻ കേസ് പരിഗണിക്കാതെ മാറ്റിവെക്കുമ്പോൾ കേരളം കുറ്റം പറയുന്നത് BJP സർക്കാരിനെയാണ്. എന്നാൽ സുപ്രീം കോടതിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കേസിൽ ഇടപെടാൻ സർക്കാരിന് കഴിയില്ല. സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രധാനപ്പെട്ട ഒന്നല്ല ലാവ്ലിൻ കേസ്. അതാണ് കേസിലുള്ള താമസത്തിന്റെ പ്രധാന കാരണം. അതേസമയം ലാവ്ലിൻ കേസ് ഇല്ലാതെയാക്കാൻ വിവിധങ്ങളായ ശ്രമങ്ങൾ പിണറായി നടത്തുന്നുണ്ട്. എന്നാൽ അത്തരം ശ്രമങ്ങൾ വേണ്ടത്ര വിജയിച്ചിട്ടില്ല. എന്നാൽ പെൻഡിംഗ് കേസുകൾ അതിവേഗം തീർക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ച സാഹചര്യത്തിൽ ലാവ്ലിനും അതിവേഗം കേൾക്കും. BJPയുടെ വക്താവായിരുന്ന നുപൂർ ശർമ്മയെ മലർത്തിയടിച്ചയാളാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ലാവ്ലിൻ കേസിൽ പിണറായിയെ കുറ്റവിമുക്തനാക്കിയ കേരള ഹൈക്കോടതി വിധി റദ്ദാക്കപ്പെടാൻ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് മുഖ്യമന്ത്രിയാകാൻ അവസരം ലഭിക്കും. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക ദിവസം ബാക്കിയില്ല. ജസ്റ്റിസ് സൂര്യകാന്ത് ആള് പുലിയാണ്. 2022 മെയ് 26 ടൈംസ് നൗ ചാനലിലാണ് ശർമ്മ വിവാദ പരാമർശം നടത്തിയത്. ഗ്യാൻ വാപ്പി മസ്ജിദ് തകർത്തതിനെ കുറിച്ചുള്ള സംവാദത്തിൽ പ്രവാചകനെ കുറിച്ചുള്ള ശർമ്മയുടെ പരാമർശങ്ങളാണ് വിവാദമായത്. പരാമർശം വിവാദമായെങ്കിലും ശർമ്മ അതിനെ ന്യായീകരിച്ചു. രാജ്യത്തിനകത്തും പുറത്തും ഇത് വിവാദ കൊടുക്കാറ്റ് സൃഷ്ടിച്ചു. പലയിടങ്ങളിലും കലാപമുണ്ടായി. സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. രാജ്യത്തോട് മാപ്പ് പറയാൻ കോടതി ആവശ്യപ്പെട്ടു. രാജ്യത്തെ തീച്ചൂളയിലേക്ക് തള്ളിയിട്ടതായി കോടതി പറഞ്ഞു. ഒരു പാർട്ടിയുടെ വക്താവായി തുടരുന്നത് തോന്നുന്നു എന്നും വിളിച്ചു പറയാനുള്ള ലൈസൻസ് എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ലെന്നും കോടതി പറഞ്ഞു. ഇതോടെ ശർമ്മയുടെ വക്താവ് സ്ഥാനം തെറിക്കുകയും ചെയ്തു. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷ ബഹുലമാണോ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും 2018 ജനുവരി 11 സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും പിന്നീട് 5 വർഷത്തിനിടെ 33 തവണയാണ് ഹർജി പരിഗണിക്കുന്നതിനായി മാറ്റിവെക്കുകയും ചെയ്തത്. ഹർജി നിരന്തരം മാറിപ്പോകുന്നത് കക്ഷി ചേർന്ന TP നന്ദകുമാറിന്റെ അഭിഭാഷകൻ MK അശ്വതി ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് കോടതി ഇനി മാറ്റരുത് എന്ന പുതിയ നിർദ്ദേശം നൽകിയത്. ഇത് സംബന്ധിച്ച ഉത്തരവും കോടതി ഇറക്കി. പക്ഷേ എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ് കേസ് പുതിയ ബെഞ്ചിന് വിട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരണ നേരിടണമെന്നാണ് CBIയുടെ ആവശ്യം. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഉൾപ്പെടെ 4 മുതിർന്ന അഭിഭാഷകരാണ് CBIക്ക് വേണ്ടി ഹാജരായിരുന്നത്. വിധി റദ്ദാക്കണമെന്ന് വ്യക്തമായ കാരണങ്ങൾ അറിയണമെന്നാണ് സുപ്രീം കോടതി CBIയോട് ആവശ്യപ്പെട്ടത്. ലാവ്ലിൻ കരാർ മൂലം KCBക്ക് കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് CBIയുടെ വാദം. പിണറായി ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ കേസ് വൈദ്യുത ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് KG രാജശേഖരൻ നായർ, ബോർഡ് മുൻ ചെയർമാൻ R ശിവദാസൻ, മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരിരംഗ അയ്യർ എന്നിവർ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി വിധിച്ചിരുന്നു. തങ്ങളെയും കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ നൽകിയ അപ്പീൽ ഹർജിയും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്.